പെട്ടെന്ന് നല്ല മഴയല്ലേ? നന്നായി. അത് പുറവശത്ത് കുറെ ചെടി പോയിടാ നിന്റെ. അത് പോട്ട്, കുഴപ്പമില്ല. എല്ലാം ഉണങ്ങി കിടക്കായിരുന്നു. ഇനിയേ കുറെ പൂച്ചെടി വാങ്ങിച്ചോണ്ട് വെക്കണം, ഇല്ലെങ്കിൽ ശരിയാവൂല. അന്നേ പനിനീർ റോസിന്റെ തൈ കൊണ്ടുവരാന്ന് എന്താ? അത് ഓഫീസിലെ രതീഷ് പറഞ്ഞു കൊണ്ടുവരാന്ന്. അവൻ കൊണ്ടുവരും, ഞാൻ പറഞ്ഞേക്കാം ഒന്നുകൂടി. നല്ല മണമുള്ള പൂവാണ്, നാടൻ പൂ. എന്ത് രസമാണ്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെടി മേടിച്ച് വെച്ചാലേ രസമുള്ളൂ. നല്ല സെറ്റ് ആക്കണം ഇവിടേക്ക്. നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണം മണി. എനിക്കാണെങ്കിലേ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് റിട്ടയർമെന്റ് ചെയ്തിട്ട്. റിട്ടയർമെന്റ് പ്ലാനാ? റിട്ടയർ ചെയ്തതിന് ശേഷം എന്താണ് പറയാ കേക്കട്ടെ. ആദ്യം കിട്ടുന്ന പൈസയിൽ കുറച്ച് പൈസ സേവ് ചെയ്ത് FD ഇടണം. അപ്പൊ നമുക്ക് ജീവിക്കാനുള്ള അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരും സെറ്റിൽ ആവും. അപ്പൊ ആ ടെൻഷൻ ഇല്ല. പിന്നെ ലൈഫിൽ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് നീളത്തിന് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കണം. ഈ ഹട്ടൊക്കെ ഉണ്ടാക്കൂലേ, പള്ളിക്കുള്ളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഹട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് 2 ചെയറിട്ട് ഒരു ടീപ്പോ ഒക്കെ ഇട്ട് ഒരു കുഞ്ഞു കട്ടിലും ഒക്കെ ഇട്ട് അതിലിങ്ങനെ ഇരുന്നിട്ട് രാവിലെ ഈ കിളികളുടെ കളകളാ നാദമൊക്കെ കേട്ട് പൂക്കളുടെ മണമൊക്കെ കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഒരു മോർണിംഗ് ടീയും കൂടി അടിക്കുമ്പോണ്ടല്ലോ ഇതൊരു ഉത്സാഹമാണെന്നറിയോ. പക്ഷെ അത് കഴിഞ്ഞിട്ടേ ദിവസം മൊത്തം ബാക്കി എടുക്കല്ലേ, എങ്ങനെ തീർക്കും സമയം? സമയം പകല് വീട്ടിൽ പണികൾ കാണുമല്ലോ, വീട്ടുപണിയൊക്കെ. അതെനിക്കല്ലേ, അത് ഞാനും കൂടെ ഷെയർ ചെയ്യും, നമ്മൾ ഒരുമിച്ച് ചെയ്യും. എന്നിട്ട് വീണ്ടും വൈകുന്നേരം നമ്മൾ ഇതിന്റെ അകത്ത് വന്നിരുന്ന് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കും. വീഡിയോ സംസാരിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഇത്ര മാത്രം സംസാരിക്കും എന്തോ ഇരിക്കുന്നേ? ഭാര്യ ഭർത്താക്കന്മാർക്കേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും, മനസ്സിലാവില്ല. അല്ല, വേറൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പള്ളിക്കൂടിലൊക്കെ ഇരുന്ന് ചായയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാനേ നിങ്ങൾ യങ് കപ്പിൾസ് ഒന്നും അല്ല. ആ സമയത്ത് റിട്ടയർഡ് ഒക്കെ ആയി മൂക്കിൽ പല്ല് മുളച്ച് കുഴിയിൽ കാലം നീട്ടിരിക്കുന്ന സമയമാണ്. എന്റെ മോളെ, ഈ റിട്ടയർ ചെയ്ത ഭാര്യയ്ക്കും ഭർത്താവിനും എന്ത് കുശലം പറഞ്ഞൂടെ? അവർക്ക് സംസാരിച്ചിരുന്നൂടെ? അങ്ങനെയല്ല. പിന്നെ ഞങ്ങളെ ശരിക്ക് പറഞ്ഞ ഞങ്ങളുടെ ലൈഫ് ആരംഭിക്കുന്നത് ഞങ്ങളുടെ റിട്ടയർ ലൈഫിന് ശേഷമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും. ലൈഫ് ആരംഭിക്കുന്നത് വയസ്സായതിനു ശേഷം. എന്തോന്നൊക്കെ അച്ഛാ ഈ പറയുന്നേ? ഇടി നമ്മളെ ലൈഫ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ പ്രാരാബ്ദങ്ങളാണ്. പിള്ള, കുട്ടി, പരാധീനം, വീട്, അത് കടം, വീട്ടുകാരെ കാര്യമൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കെട്ടിച്ച് വിട്ട് പറഞ്ഞയച്ച് റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സമയം കിട്ടുന്നത്. രവിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ടും എനിക്ക് രവിയേട്ടന് വേണ്ടിയിട്ടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അപ്പോഴാണ് ഞങ്ങളുടെ ലൈഫ് ശരിക്കുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നിനക്കൊക്കെ പുച്ഛമല്ലേ ഞങ്ങളുടെ വയസ്സാം കാലത്തുള്ള പ്ലാൻ കിട്ടും? എനിക്ക് പുച്ഛമൊന്നുമില്ല, പക്ഷെ എനിക്ക് അതിശയമാണ്. മകൾ, അച്ഛൻ പറഞ്ഞുതരാം. ഈ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് അത് വേണ്ട, ഒരു മനുഷ്യൻ അവരുടെ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാണ്? അത് കല്യാണം കഴിയുമ്പോ അല്ലേ? ആണല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ, ഈ കല്യാണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആണ്. അന്ന് ഇതുപോലെ ഈ ഫോണും സൗകര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് പെണ്ണ് കാണാൻ പോകും, പിന്നെ നിശ്ചയത്തിനൊന്നും കാണും, പിന്നെ ഈ പെണ്ണിനെ കാണുന്ന കല്യാണ സമയത്താണ്. മനസ്സിലായ? അതുകൊട്ടെ, അത് ആണുങ്ങളെ കാര്യം. പെൺപിള്ളേരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവര് പെണ്ണ് കാണാൻ വരുമ്പോ നാണവും പേടിയും കൊണ്ട് ഇവരെ മുഖത്ത് നോക്കി നേരെ നോക്കാൻ പറ്റുമോ? മുഖം മര്യാദയ്ക്ക് കാണില്ല. പിന്നെ മര്യാദയ്ക്ക് കാണണേ ഇപ്പൊ കല്യാണത്തിന്റെ അന്ന്. അപ്പൊ ആദ്യമായിട്ട് മര്യാദയ്ക്ക് ഒന്ന് കണ്ടു തുടങ്ങുന്നത് തന്നെ കല്യാണം കഴിയുമ്പോഴാണ്. അതാണ് പലർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നല്ലേ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഓഹോ അവള് എനിക്കിട്ട് പണിഞ്ഞതാണ്, ഞങ്ങൾക്ക് എന്ത് എടി മോളെ. അത് കഴിഞ്ഞിട്ട് ഇവര് പരസ്പരം ഒന്ന് സ്നേഹിച്ച് തുടങ്ങി വരുമ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും, വിശേഷം ഒന്നും ആയില്ലേന്ന്. അത് തന്നെ. നമ്മളെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് രവിയേട്ടന് ഓർമ്മയുണ്ടാ? കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയല്ലേ ഞങ്ങളൊരു വീട്ടിൽ വിരുന്നിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ രവിയേട്ടന്റെ ബന്ധത്തിൽ ഒരു അമ്മിണി അമ്മൂമ്മ അമ്മയുണ്ട്. എന്റെ അടുത്ത് ഒന്ന് ചോദിക്കാനോ, മണിക്കുട്ടി വിശേഷം ഒന്നും ആയില്ലേന്ന്? കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടേയിരിക്കും. എല്ലാരും ചോദിക്കും. എല്ലാരും ഒരാഴ്ചക്ക് ആവുമ്പോഴേ കുട്ടികളുണ്ടാവും ചോദിക്കാൻ. ഇത്ര ബോധമില്ലാത്ത ആൾക്കാരായിരുന്നു. ബോധത്തിന്റെ അല്ല, അത് കാണുന്നില്ല. ബന്ധുക്കൾ മാത്രമല്ല, വഴി കൂടെ പോണവന്മാരെ വിളിച്ച് ഒന്നും ആയില്ലേ രവി? അത് എല്ലാരും ബോധം ഉണ്ടോ ബോധം ഇല്ലേ എന്നുള്ളതല്ല, പഠിപ്പും വിവരമുള്ളവരൊക്കെ തന്നെ ചോദിക്കും. അതൊരു രീതി ഇന്നത്തെ കാലത്ത് ചോദിക്കണില്ലേ? ഇപ്പോഴും ഉണ്ടത്. അതുപോലെ അപ്പൊ വെച്ചാ ഗ്യാപ്പ് കിട്ടൂല. പിന്നെ അതുകൊണ്ട് എന്ത് അറിയുമോ, കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോ തന്നെ ഒരു കുട്ടി ഉണ്ടാവും. പിന്നെ ആ കുട്ടിയുടെ കാര്യം നോക്കി, പിന്നെ അടുത്ത വർഷങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി അവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കും. ഇതിനിടയ്ക്ക് സ്വന്തം ജീവിതം മറക്കും. പ്രാരാബ്ദമാണല്ലോ, അങ്ങനെ ജീവിച്ച് മുന്നോട്ട് അങ്ങ് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം പറ്റുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ റിട്ടയർമെന്റ് കാലത്താണ്.
അപ്പോഴേക്കും നീ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോകുമല്ലോ, നിന്റെ പ്രാരാബ്ദങ്ങൾ തുടങ്ങുമല്ലോ. സെറ്റിൽ ആവും നിങ്ങളൊക്കെ. ഞങ്ങൾ ഫ്രീ ആവും, മനസ്സിലായ? അപ്പോഴാണ് ഞങ്ങളുടെ ലൈഫ് ഒന്ന് ആസ്വദിക്കാൻ പോകണം. എന്ത് പണി? നിങ്ങളൊക്കെ നരകിക്കുമ്പോ ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യും. എൻജോയ്. പക്ഷെ ഒരു പണിയുണ്ട്, ഇവളുമാരെ അവളുമാരെ പിള്ളേരെ കൊണ്ട് നമ്മുടെ അടുത്താക്കിയിട്ട് ഇറങ്ങാൻ പോകും. ചിലപ്പോഴേ ഉള്ളൂ സ്വന്തം കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇനിയെങ്കിലും നല്ല രീതിയിൽ ഇരിക്കണം. എന്തായാലും ഇവിടെ ഒരു നല്ല ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ തീരുമാനിച്ചു. എനിക്കൊക്കെ അസൂയായിരിക്കും ഞങ്ങളടുത്ത്. എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആവുമല്ലോ. അപ്പൊ ഇപ്പം ചെയ്യാൻ പറ്റാത്ത ട്രിപ്പ് ഒക്കെ അന്ന് നിങ്ങൾ ചെയ്യണം. ലൈഫ് നല്ല എൻജോയ് ചെയ്യണം. എന്റെ മോളെ, ഇതൊക്കെ അച്ഛന് ഐഡിയ ഉണ്ട്. എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ളതെല്ലാം അച്ഛൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡയറിയില്ല? അച്ഛൻ ഡയറി ഒക്കെ എഴുതാറുണ്ടോ? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഡയറി എഴുതും. ഒരിക്കൽ സാറ് പറഞ്ഞ് ഡയറി എഴുതാൻ പഠിപ്പിച്ചു. അങ്ങനെ അന്ന് മുതൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഞാനിതുവരെ കണ്ടില്ലല്ലോ. ആ ബെസ്റ്റ്. എന്നെ പോലും മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ല. രാത്രി എന്ന് എഴുതണ കാണാൻ, എന്നിട്ട് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യും. കാണിച്ചില്ല. അതൊക്കെ ഇതൊക്കെ ഓരോരുത്തർ പ്രൈവസി അല്ലേ, അതിലൊക്കെ എല്ലാവരും കാണിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഈ ഭാര്യയും ഭർത്താക്കന്മാരെ ഇടയ്ക്ക് എന്തോന്ന് പ്രൈവസി വെച്ചാ. പക്ഷെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മൾ കൊടുക്കണം. അതിൽ ഇടപെടാൻ പാടില്ല. കുറച്ചു നേരം കുഞ്ഞു കാര്യങ്ങളല്ലേ, അത് വിട്ടുകൊടുക്കണം അല്ലേ? മണി, നല്ല മഴ വരുന്നുണ്ട്. അതെ, ആ പുറകുവശത്ത് കുറച്ച് ചെടി ഒടിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇത് മഴയൊന്നും ഇനി പെയ്യുന്നില്ല, നല്ല വെയിലൊരു നോക്കിക്കോ. ഒരു മഴ പെയ്തങ്ങ് തീർന്നു. അവള് മുങ്ങി. പണിയൊന്നും പറയണില്ല, നീങ്ങട് വാ. പോയി. അല്ല, ഇത് ഊന്നി വെക്കണ്ടേ? അത് ഞാൻ വെക്കാം, അത് വെക്കാം. ഇത് കുഴപ്പമില്ല. അവിടെ ഒരെണ്ണമുണ്ട്. ആ കുറ്റിമുല്ലയില്ലേ, അതൊന്ന് വെട്ടിക്കളയാൻ വേണം. അതിന്റെ മോൾ ഭാഗമൊക്കെ എന്നാലേ പൂ വരും. പക്ഷേ കുറച്ചുകൂടി പൂക്കളുള്ള ഇത് വാങ്ങിക്കണം. നിറച്ചും പൂക്കൾ വിരിഞ്ഞിരിക്കണം, അതാണ് ഭംഗി. റോസ ആണെങ്കിലേ പല കളർ നോക്കാം നമുക്ക്. പക്ഷെ നല്ല രീതിയിൽ പരിചരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, കിട്ടൂല. അത് അതിന്റെ പുറകെ നടക്കണം. ഇപ്പൊ ഇത് പോയത് ചൂടുകാര്യമാണ്. ഓഹോ, മക്കളെ, ഗാർഡനൊക്കെ കഴിഞ്ഞ് കപ്പിൾസിന്റെ ടീ ടൈം ആണ് ഇപ്പൊ. യെസ്, അതല്ലോ. മക്കളെ, എനിക്ക് പണ്ട് ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവൾ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം ഇപ്പൊ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇവളെ പോലെ. ശരി. അച്ഛൻ കുളിച്ചില്ലേ? എന്തൊരു മാറ്റം. അത് അച്ഛൻ വേർത്തതല്ലേ. എന്താ അറിയുമോ, ഈ ഗാർഡനിലെ വർക്കെല്ലാം കഴിഞ്ഞു വന്നപ്പോഴേ വേർത്ത്. അച്ഛൻ കുളിച്ചില്ല. എന്നാലേ മണി, ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട്. അതാ നല്ലത്, കുളിച്ചിട്ടോ. എനിക്കും കുറച്ച് പണിയുണ്ട്. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. എനിക്ക് കടുപ്പം വേണം മണി. ഇനിയും കടുപ്പുവാ? പിന്നെ മതി, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് മതി. കലക്കി അച്ഛൻ പോയി കുളിക്കും. കഷായോ അച്ഛന് വേണ്ടെന്ന്? വേണോ? ചായ വേണോ? വേണ്ട വേണ്ട, ചായ ഒക്കെ കുടിക്കാമ്മ. അമ്മ, അമ്മ ഫ്രീ അല്ലേ? അമ്മ നേരത്തെ ഡയറിയെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ പ്രൈവസിയെ പറ്റിയൊക്കെ അമ്മ സംസാരിച്ചായിരുന്നല്ലോ. അപ്പൊ അമ്മക്ക് ഈ പ്രൈവസിയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ? എടി, ഞാനൊരു ഓപ്പൺ ബുക്കാണ്. എനിക്കങ്ങനെ ഒളിവ് മറവൊന്നുമില്ല. എല്ലാ കാര്യവും നിങ്ങളോട് പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ എനിക്ക് പ്രൈവസിയുടെ പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. അല്ല, അപ്പൊ അച്ഛൻ എല്ലാ കാര്യവും, അമ്മയുടെ എല്ലാ കാര്യവും അച്ഛൻ അറിയും? എന്നെ എല്ലാവരും അറിയാം. എടി മക്കളെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഞാൻ എല്ലാ കാര്യവും പറയും. വള്ളി ഉള്ളി തെറ്റാൻ അച്ഛനോട് പറയും. പക്ഷേ അച്ഛൻ അങ്ങനെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്റെ അടുത്ത് എല്ലാ കാര്യവും പറയുന്നു. ഒളിച്ചൊന്നും വെക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഡയറി അമ്മയെ കാണിക്കും. ഏത് ഡയറി? അല്ല, അച്ഛന്റെ ഡയറി. അതിപ്പം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് നോക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. എന്നോട് എടുത്ത് നോക്കരുതെന്നോ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അമ്മയെ ഒരു വട്ടം പോലും കാണിക്കാതെ അച്ഛൻ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ്? ഒളിപ്പിച്ച് വെക്കുന്നതാണോ അത്? നമ്മള് അത് തന്നെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രൈവസി റെസ്പെക്ട് ചെയ്ത് നമ്മളത് നോക്കാത്തതല്ലേ? അമ്മയുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ട്. അമ്മ ഒരു ഓപ്പൺ ബുക്ക് ആണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ അച്ഛൻ ഒരു കാര്യങ്ങളും ഇങ്ങനെ പറയുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡയറിയിൽ എഴുതി വെച്ചിട്ട് അത് ഒളിപ്പിച്ച് വെക്കുകയാണ്. അമ്മയുടെ അടുത്തൊന്നും പറയുന്നില്ല. അതിലെന്തോ ഒരു പന്തികേട് ഇല്ലേ മണി? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഉണ്ട് ഉണ്ടമ്മ. അല്ലെങ്കിൽ അമ്മയെ കാണിക്കൂലേ? ചിന്തിച്ചു നോക്ക്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അച്ഛൻ്റെ ഡയറി ഒന്ന് വായിച്ചാലോ? എങ്ങനെ വായിക്കും? അങ്ങനെ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ടാലോ? ഇവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. നമ്മളെടുത്ത് വായിക്കുന്നത് അച്ഛൻ അറിഞ്ഞാലല്ലേ? അതെ,
അറിയാതെ എങ്ങനെ വായിക്കും? അറിയാണ്ട് നമ്മൾ വായിക്കും. ഇങ്ങനെ അച്ഛൻ അറിയാണ്ട് ഈ സാധനം പോയി നമ്മൾ എടുക്കും. ഡിസ്കും പൊക്കും. ഇസ്കും അല്ല, പൊക്കും. അതിന്റെ ഡിസ്കും. അങ്ങനെ പറയാം. എന്ത് പറയുന്നു? സീനാവോ? സീനാവൂലേ? വേണ്ട, അതൊന്നും വേണ്ട, ശരിയാവില്ല. വിട്ട് വളരെ വെറുതെ എന്നെ കൂടെ കുഴിച്ചടിക്കില്ലേ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. അമ്മയ്ക്ക് അറിയണമെന്നില്ലേ ആ ഡയറിയിനകത്ത് എന്താണ് എഴുതി വെച്ചോണെന്ന്? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്താണ് അമ്മയെ പറ്റി എഴുതിക്കണം അമ്മയ്ക്ക് അറിയണ്ടേ? ആണോ? അറിയണം. നോക്കണോ? അറിയണം. വേണം. വേണം 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 അല്ല വേണം. എന്നാ നോക്കാം. അമ്മ കൂടെ നിക്കോ? നിക്കൂലേ? നമുക്ക് പോയി എടുത്താലോ ഡയറി? ഞാനാദ്യം. രവിയേട്ടാ, കുളിക്കാണോ? ഇല്ല, കുളിച്ചോ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ കുളിക്കുന്ന ടൈമാണ് ബെസ്റ്റ് ടൈം. ഇത് എവിടെയാ അച്ഛൻ ഡയറി ഒക്കെ വെക്കണേ? എവിടെയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അച്ഛന്റെ കൊറേ ബുക്കുകള് എവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അലമാരക്കകത്ത് അവിടെ ആ അലമാരയിലൊക്കെ ഉണ്ട്. എന്നും എഴുതുന്ന ബുക്കാണെന്ന് തോന്നുന്നു. തലേനയുടെ അടിയിലെ കട്ടിലിന്റെ മെത്തയുടെ അടിയിലുണ്ടാവും. ഞാൻ വിരിക്കുമ്പോ എപ്പോഴും കാണും. ഇതുവരെ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കുറ്റബോധം എടുത്തു വായി നോക്കണോ? ഒന്നും മിണ്ടായി അമ്മ. ശരിയല്ല, തെറ്റല്ലേ? അമ്മ മിണ്ടാതിരി അങ്ങോട്ട്. ഞാൻ നോക്കിക്കോളാം. ഇവിടെ കട്ടില് വലിച്ചു വരിടല്ലേ? പതുക്കെ പതുക്കെ. നേരെ വെച്ചു. നമ്മളെന്തെങ്കിലും ഇങ്ങനെ പറ്റ സംശയം പിന്നെ വല്ല തപ്പിന്ന് പറഞ്ഞാൽ അമ്മ ഇത് പുതിയ ഡയറിയാണ്. ആദ്യം നോക്കിട്ടാ ഇത് വച്ചാ പേജ് വായിക്കാം. ശ്രദ്ധിച്ചോട്ടോ. ഇന്ന് ഞാൻ എന്തോ പതിവില്ലാതെ നേരത്തെ ഉണർന്നു. മണി ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവിനേക്കാൾ എനിക്കിഷ്ടം മണിയുടെ സ്ഥിരം പുട്ട് തന്നെയാണെന്ന് പറയണം എന്നുണ്ടായിരുന്നു. അവക്ക് ഫീൽ ആകണ്ട എന്ന് കരുതി മിണ്ടാതിരുന്ന് കഴിച്ചു. നോക്കട്ടെ. മാർച്ച് 10. മാർച്ച് 10. അയ്യോ, അന്നുണ്ടാക്കിയ ഉപ്പുമാവ് എനിക്ക് ഓർമ്മയുണ്ട്. ഉള്ളത് പറയല്ല, ഭയങ്കര ശോകമായിരുന്നു. ഉപ്പിന്റെ കട്ടയായിരുന്നു. എന്റെ കുറ്റം പറയാതെ ബാക്കി പേര് അങ്ങോട്ട് വേറെ അടുത്ത വായിക്കടി. ഓക്കെ, ഇത് മാർച്ച് 18 ഇന്ന് ഓഫീസിൽ നല്ല രസമായിരുന്നു. സുമലത പാട്ടൊക്കെ പാടി. നല്ല ശബ്ദമായിരുന്നു. രതീഷ് ഇന്ന് പറഞ്ഞ അവസരോചിതമായ തമാശ എനിക്കിഷ്ടമായില്ല. പക്ഷെ അതെനിക്ക് പ്രകടിപ്പിക്കാനായില്ല. എന്താന്ന് വെച്ചത്? വേറെ വായിക്ക്. തീർന്നെങ്കി കലി വരുന്നിട്ട് വയ്യ എനിക്ക്. അടുത്ത വായിക്കാം. എന്തുണ്ടെങ്കിലും പുറത്തു പറയൂല. ഇന്നലത്തെ വായിക്കട്ടാ? വായിക്കടി. ഓക്കെ, ഇന്നലത്തെ വായിക്കാം. ഇന്ന് എനിക്ക് വളരെ ദുഃഖപൂർണമായ ഒരു ദിവസമായിരുന്നു. എന്തോ ദുഃഖം? ഇന്നലെ ഒന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. നീ ബാക്കി വായിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താന്ന്. ദിവസമായിരുന്നു. രാവിലെ എനിക്ക് വേണ്ടി വഴുതന ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ എന്റെ മണിക്കുട്ടിയുടെ കൈ മുറിഞ്ഞു. ഈ മുറിവാണ്. ചെറുതായിട്ട് തോലി പോയതല്ലേ ഉള്ളൂ. അപ്പൊ കൊറേ ബ്ലഡ് വന്നു. ഇത്ര ചെറിയ മുറിവ്.
ഇതിനാണോ എന്നിട്ട് ബാക്കി കേട്ടാ കൈമുറിഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാവം മണിക്കുട്ടി ആ വേദന സഹിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയം വിതുമ്പിപ്പോയി. ബാങ്കിൽ ഇരുന്നപ്പോഴൊക്കെ മണിയെ പറ്റി മാത്രമായിരുന്നു ഞാൻ ഇന്ന് ഓർത്തത്. കഷ്ടം. ഇടയ്ക്ക് വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. ഓ വെറുതെ അല്ല അച്ഛൻ എന്നെ വിളിച്ചത്, അമ്മയെ കിട്ടാത്തോണ്ട്. ഞാനത് അമ്മയോട് പറയാനും മറന്നുപോയി. ഞാനേ അവര് വീടിനെ വെറുതെ എപ്പോഴും ഇങ്ങനെ സംശയിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. നമ്മള് ചെയ്തത് തെറ്റായിപ്പോയി. നമ്മള് ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛന്റെ ബുക്ക് എടുത്ത് വായിച്ചത് തെറ്റാ. അതിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് സോറി പറഞ്ഞാലോ? സോറി പറയാ. അതമ്മ ഞാനേ എനിക്ക് അച്ഛൻ നമ്മളെയൊക്കെ പറ്റി എന്താണ് എഴുതിയിരിക്കുന്നത്, എന്താ പറയണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാ ഞാൻ ഇത് എടുക്കാന്ന് പറഞ്ഞേ. അമ്മക്ക് മനസ്സിലായി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മള് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? സോറി പറയാ. അത് തന്നെ. സോറി പറയാ. മൂട് പോയി. ജനുവരി കുളിർ ചന്ദ്രിക നുകരും ജലതരംഗം നീ, ശിലകൾ താനേ ശില്പമാ. എന്തു മോളെ? പിങ്കി മോളെ എന്ത് മണി, എന്ത് വിഷമിക്ക? പിങ്കി മക്കളെ എന്ത് കരയണേ? സോറി അച്ഛാ. എന്തിന്? സോറി അച്ഛാ. എന്തിന്? ഡയറിയാ? മക്കളെ കൂടെ പറഞ്ഞു തിരുത്തുന്നതിന് പകരം അവരെ കൂടെ ചേർന്നിട്ട് ഞാനും ഈ ഡയറി വായിച്ചു. സോറി. എന്റെ ഡയറി ഒക്കെ എടുത്ത് വായിക്കുമ്പോ ഒന്ന് ചോദിക്കണ്ടേ മണി, എന്തോന്നിത്? അതച്ഛാ, അച്ഛൻ ഞങ്ങളെ കുറിച്ചൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ആകാംക്ഷയിൽ എടുത്ത് വായിച്ചു പോയതാണ്. സോറി. പോട്ടീനി മോളെ കൊണ്ടു, കുഴപ്പമില്ല. ഇല്ല അച്ഛാ, ഞാൻ അച്ഛന്റെ പ്രൈവസിയിൽ കൈയടത്തിയില്ല അച്ഛാ. സോറി. കുഴപ്പമില്ല. അതെ, അച്ഛന്റെ പ്രൈവസിയിൽ കൈ കടത്തിയ അങ്ങനെ ഒരു പ്രശ്നം അച്ഛന് തോന്നിയെങ്കിൽ മാത്രമല്ലേ വിഷമമുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പോട്ട്. വിഷമമില്ലേ? ഇല്ല മണി, കുഴപ്പമില്ലെന്ന്. ഉറപ്പാണ്. മക്കളെ, അച്ഛൻ പണ്ട് മുതലേ ഈ ഡയറി ഒക്കെ എഴുതി ശീലമുണ്ട്. അങ്ങനെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് വായിച്ച അതിന് കുഴപ്പമെന്ത്? അപ്പൊ അതിന് യാതൊരു പ്രശ്നവും ഇല്ല. അച്ഛനപ്പ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എന്തിന്? ഇല്ല. മോള് കരച്ചിലൊന്നും നിർത്ത്. എന്തിനു വെറുതെ ഇങ്ങനെ? പോട്ടെ. അപ്പൊ അച്ഛന് പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പോഴേ അച്ഛാ, ഞാൻ അമ്മ എന്നെ പണ്ട് പ്രഗ്നന്റ് ആയില്ലേ, അത് അച്ഛൻ്റെ ആദ്യമായിട്ട് പറഞ്ഞ സമയത്ത് അച്ഛന്റെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ. അതെ, ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അച്ഛന്റെ ഫീലിങ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ആകാംക്ഷ. അപ്പൊ പണ്ട് തൊട്ടേ ഡയറി എഴുതുന്നല്ലേ അച്ഛൻ പറഞ്ഞ്. അപ്പൊ ആ സമയത്തൊക്കെ എഴുതിയ ഡയറി കാണുമല്ലോ. ഞങ്ങൾക്ക് ഒന്ന് വായിക്കണോന്നുണ്ട് അച്ഛാ. ഒരു 10-30 വർഷമായിട്ടുള്ള ഡയറികൾ എന്റെ ഉണ്ട്. അപ്പൊ എന്റെ അടുത്തുണ്ടോ? അത് നോക്കാം. 10-30 വർഷത്തെ ഡയറി ഉണ്ടോ? പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. രവിയേട്ടനെ എന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം അന്ന് എന്താണ് മനസ്സിൽ തോന്നിയതെന്ന് എനിക്കറിയണം. എന്താണ് തോന്നിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇത്രയുള്ള പ്രശ്നം. അതിനെന്ത്? ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു രഹസ്യവും എന്റെ കയ്യിലില്ല. പിന്നെന്താണ് ഇതൊക്കെ? നമുക്ക് സമ്മാനം തുടങ്ങിട്ട് വായിക്കാം. കിട്ടി. ഡിസംബർ 12. ഞാൻ വായിച്ചു. എല്ലാം ശ്രദ്ധിച്ചേക്കണം. ഡിസംബർ 12, 1996. ഇന്ന് എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ ആഗ്രഹിച്ച പോലൊരു കുട്ടിയെ ഞാൻ ഇന്ന് കണ്ടു. അവളുടെ കണ്ണുകൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ണൊക്കെ കാണാൻ പറ്റുമായിരുന്നു ആ സമയത്ത്. കാണാൻ പറ്റുമോ? വായിക്കണ്ട. മിണ്ടായിരിക്കും. വായിക്കട്ടെ.
ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ചിരിയും എനിക്കിഷ്ടമായി. പക്ഷേ ആഗ്രഹിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് അവൾ. ഓഹോ, അമ്മ തെങ്ങിന്റെ മണ്ടയിലായിരുന്നോ? പേരെനിക്കിഷ്ടമായി. അങ്ങോട്ട് പേരെനിക്കിഷ്ടമായി. മണിക്കുട്ടി. കിളിക്കാൻ പെട്ടി പോലെ ചിരിക്കുന്ന മണിക്കുട്ടി. അവസാനം അടുത്ത് ചിരിക്കുന്ന മണിക്കുട്ടി. ഈശ്വരാ, അവൾ എന്റെ ഭാര്യയായി വന്നിരുന്നെങ്കിൽ. അതല്ല മ്യൂസിക്, നല്ല മ്യൂസിക്. അവളുടെ അച്ഛന് എന്നോടൊരു പ്രത്യേക സ്നേഹമുള്ളതായി തോന്നി. ഇത്രയുള്ളൂ ചാ. അയ്യോ, കിളിക്കാൻ പെട്ടി പോലെ ചിരിക്കുന്ന മണിക്കുട്ടി. എന്റെ അമ്മോ, എന്റെ രവിയേട്ടാ, ഇത് എന്തോന്നൊക്കെ എഴുതി വച്ചേക്കുന്ന നാണക്കേടാ. അതെ, അന്ന് ഞാൻ ഇത്ര പൈങ്കിളിയായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അയ്യോ, അന്ന് മാത്രമൊന്നുമല്ല, ഇപ്പോഴും നല്ല അസല് ഭയങ്കരയാ. കഴിഞ്ഞ ദിവസം സുമലതയെ പറ്റി, സുമലതയുടെ പാട്ടിനെ പറ്റി എഴുതി വെച്ചേക്കുന്നത് ഞാൻ വായിച്ചായിരുന്നു. അതെടുത്ത് വായിച്ചാ? എന്തോ മണി ഇത് കാണിച്ചത്? ഒരാളുടെ ഡയറി അയാളുടെ അനുവാദമില്ലാതെ വേറെ ആളുടെ അടുത്ത് വായിക്കാനൊന്നും പാടില്ല. അതെന്തിനാ അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക? അതൊക്കെ തെറ്റാണ് കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ വെറുതെ വിടുന്നില്ലായിരുന്നു. നീ കിട്ടുമായിരുന്നു എന്റെ കേട്ടോ. എന്നാലും നമുക്ക് ബാക്കി വായിക്കാം. എന്തിന് ഇതൊക്കെ? കിട്ടെ, എന്തൊക്കെ ഉണ്ടെന്ന് കയ്യില്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊന്നും ഇല്ല, എന്നാലും അല്ല, ഭാഷയുടെ ഒരു എന്തോ അത് അന്ന് ഞാൻ അങ്ങനെ ചുമ്മാ എഴുതിയതാ. നമ്മൾ ആദ്യമായിട്ട് സിനിമയ്ക്കൊക്കെ പോയില്ലേ അന്ന്. വായിക്കണ്ട.